ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1639. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി 178-ാമത്തെ ദിവസത്തിലെത്തി. സ്ലീഹന്മാരെ പരിശുദ്ധ സഭ ഓർക്കുന്ന ദിനങ്ങൾ. സ്ലീഹ നോമ്പിന്റെ ഇക്കാലത്ത് ഈ ദിനങ്ങളിൽ സ്ലീഹന്മാരെ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടുന്നത് നല്ലതാണ്. എല്ലാവർക്കും എല്ലാം അറിയാവുന്ന, ആവശ്യത്തിലും കൂടുതൽ അറിയാവുന്ന ഈ കാലത്ത് നമ്മുടെ കർത്താവിന്റെ ആ 12 സ്ലീഹരുടെ പേരുകൾ എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ നിശ്ചയമായും ഉറപ്പോടെ ഉണ്ട്. എല്ലാം ഉണ്ട്, എന്നാലും വെറുതെ ഒരു ചോദ്യമാണ്. ഈ ദിനങ്ങളിൽ അതൊന്ന് മനഃപ്പാടമാക്കണ്ടേ? ഒരു 6 പേരെ നമുക്ക് വേഗമൊന്ന് പരിചയപ്പെടാൻ പറ്റും. അതിലൊരാൾ അന്ത്രയോസാണ്. കഴിഞ്ഞ 2-3 പുലരികൾ അന്ത്രയോസിനൊപ്പമായിരുന്നു നമ്മുടെ യാത്ര. പിന്നെ രണ്ടാമൻ സഹോദരനായ അനുജനായ പത്രോസാണ്. ശീമോൻ എന്നാണ് പഴയ പേര്, ശമവോൻ. പിന്നീട് യേശുവാണ് പത്രോസായി ഒരു വലിയ പ്രൊമോഷൻ കൊടുത്തത്. യേശു കണ്ടെത്തിയ മറ്റൊരാളായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടെത്തുന്നുണ്ട്. നഥാനിയേലിന് ബർത്തുല്ലുമായി എന്നൊരു പേരും കൂടിയുണ്ട്. 4 ശിഷ്യന്മാരെ ഓർത്തുവെക്കാനായിട്ട് എളുപ്പമായി. അന്ത്രയോസും അനുജനായ പത്രോസും ഫിലിപ്പോസും ബർത്തുല്ലുമായി. 2 പേരെ കൂടി വേഗമൊന്ന് പരിചയപ്പെടുത്തുക. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനുമാണ്. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ 6 ശിഷ്യന്മാരെ നമുക്കൊപ്പം കൂട്ടാം. പത്രോസ് എങ്ങനെയാണ് പത്രോസായത്? ഇങ്ങനെ മണൽത്തരി പോലെ ദുർബലനായ പത്രോസിനെ കർത്താവ് കണ്ടെത്തിയിട്ട് നീ ഉറപ്പുള്ള പാറയാണെന്ന് പറഞ്ഞപ്പം ശമോനെ അറിയാവുന്ന പലരും ഒരുപക്ഷെ ഉള്ളില് അത്ഭുതപ്പെടുകയും ഇത്തിരി ചിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അന്ത്രയോസാണ് യേശുവിന്റെ അടുത്തേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. യേശു തന്റെ അടുത്തേക്ക് വരുന്ന അന്ത്രയോസ് കൂട്ടിക്കൊണ്ടുവന്ന അന്ത്രയോസിന്റെ അനുജനായ ശമോനെ കാണുമ്പോൾ പറയുന്നുണ്ട്, നീ യോഹന്നാന്റെ മകനായ ശമോനാണ്. നിനക്ക് പീറ്റർ എന്ന് പേരാവും, കേഫ എന്ന് പേരാവും. അങ്ങനെയാണ് അയാൾ പതിയെ മാറുന്നത്. ശരിക്കും ആ ദുർബലനായ മനുഷ്യൻ എങ്ങനെയാണ് പാറയായി മാറിയത്? പലപ്പോഴും ഏറെ ബാലിശ്യമായി പെരുമാറുന്നവരാണ്. വളരെ പെട്ടെന്ന് ആവേശം കൊള്ളുന്നവൻ, നിസാര സംഭവങ്ങൾക്ക് വല്ലാതെ വികാരഭരിതനാവുന്ന, വീണ്ടും വിചാരമില്ലാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു, പിന്നീട് അതിവേഗത്തിൽ പശ്ചാത്തപിക്കുന്നു. ചിലപ്പോൾ ഭീരുവായി കാണപ്പെടുന്നു, ചിലപ്പോൾ ആവട്ടെ ഭയങ്കര ധൈര്യവാനായി. അങ്ങനെ ഗുണവും ദോഷവും ഇടകലർന്ന സ്വഭാവക്കാരനായ ശീമോൻ പാറ പോലെ ഉറച്ച സ്വഭാവമുള്ളവനായി തീരുന്ന എങ്ങനെയാണ്? അതൊരു ഗുരുവിന്റെ മുമ്പിലെ സമ്പൂർണ്ണ സമർപ്പണമാണ്. ആ സമർപ്പണമാണ് ഒരു വലിയ രൂപാന്തരമായി മാറിയത്, ആ സമൂഹത്തിന്റെ നേതാവായി മാറിയത്. മനസ്സ് വെച്ചാല് ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിന് സാധ്യതയുണ്ടെന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.